ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പലർക്കും ഇവിടുത്തെ എപ്പോഴാണ് വരേണ്ടത്, എപ്പോഴാണ് ഇവിടെ തുറന്നിരിക്കുക എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല. അല്ല, ക്ഷേത്ര ദർശനം ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാവരുടെയും ഭക്തരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ക്ഷേത്ര ദർശനം തുടങ്ങിയത്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം ഞാൻ തുടങ്ങിയതല്ല, പലരും വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അത് അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കടമ. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പ്രത്യേകം ഇന്ന് തന്നെ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഒരു വൈകിട്ട് പലരും വരാറുണ്ട്. എന്നാലും ഇന്നലെ വന്നപ്പോൾ ഇനി അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അവരും ഒന്ന് ഇത്രയും ദൂരം നിന്നൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇന്നലെ ഒരു രണ്ട് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നത് ഏകദേശം ഒരു 5:45 കഴിഞ്ഞിട്ടാണ്. ഞാൻ പൂജയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് അത്താഴ പൂജയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അടച്ചുപൂജ നൈവേദ്യ പൂജയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത്. അവർ വന്നപ്പോൾ തൊഴാൻ പറഞ്ഞാൽ ഞാൻ തൊഴുതു. അവർ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി, സ്വാമി ഇപ്പോൾ നോക്കുമോ, ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന്. ഞാൻ നോക്കുമ്പോൾ 6 2 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സമയത്ത് ഞാൻ പൂജയുടെ ആണ്. അപ്പോൾ അവർ വിളിച്ചിരുന്നു തോന്നണം. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു എത്ര മണിക്കാണ് തുറക്കുക, എത്ര മണിക്കാണ് അടയ്ക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ട്. ഞാൻ അവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കാലത്ത് സാധാരണ ദിവസങ്ങളിൽ ഒരു 5 മണിക്ക് ഞാൻ പറഞ്ഞുതരാം. 5 മണിക്ക്, പിന്നെ വൈകിട്ട് 8:30 ആയിട്ടാണ് അടയ്ക്കുള്ളത്. ചിലപ്പോൾ അത് 9 മണിയാവും നട അടയ്ക്കുമ്പോൾ. അതായത് കാലത്ത് എഴുന്നേറ്റു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പ്രഭാത കൃത്യങ്ങളുണ്ട്, അതന്നെ ഒരുപാട് സമയം എടുക്കും. സാധാരണ ദിവസങ്ങളിൽ 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ആദ്യം തന്നെ നിർമ്മാല്യ ദർശനമാണ്. ആ നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കും. അതായത് പൂജാ സാധനങ്ങൾ ഒരുക്കുന്നത് വരെയാണ്. പുണ്യാകം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചന്ദനം അരയ്ക്കണം. ആദ്യം ചെന്ന് ചന്ദനം അരയ്ക്കും. ചന്ദനം അരയ്ക്കുന്നതിന് ശേഷം പൂജാ സാധനങ്ങളൊക്കെ ഒരുക്കുന്നത് വരെയുള്ളതാണ് നിർമ്മാല്യ ദർശനം. അത് കഴിഞ്ഞാൽ നിർമ്മാല്യം എടുത്ത് എല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാഗചാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമിക്ക് ശംഖാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദനം ചാർത്തൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ചന്ദനം ചാർത്തി കഴിഞ്ഞാൽ അറിയാലോ, നൈവേദ്യമാണ്, കലശല്ല, സോറി, മലർ നിവേദ്യം കൊടുക്കുകയാണ്. മലർ നിവേദ്യത്തിന് അന്ന് അടച്ചിടും, കുറച്ച് നേരം അടച്ചിടും. മലർ നിവേദ്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അലങ്കാരം കഴിഞ്ഞാൽ വിളക്ക്, എല്ലാ വിളക്കുകളും. അതിനു മുൻപ് വിളക്കുകളൊക്കെ കത്തിച്ചിരിക്കും. ഒരു വിളക്കുണ്ട്. അതുകൂടാണ്ട് സ്വാമിയുടെ നടക്കാൻ നമ്മൾ കാലത്ത് ഭദ്രദീപം ആദ്യം കൊളുത്തില്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ അലങ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാ വിളക്കുകളും തെളിയിക്കുക. എല്ലാ വിളക്കുകളും ചന്ദനത്തിലേക്ക് തെളിച്ച് ഒരു ചെറിയൊരു പൂജ, സ്വാമിക്ക് പുഷ്പാർപ്പന, ഒരു പഞ്ചോപചാരം ചെയ്തതിന് ശേഷമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ പറയുന്നത് ഞാൻ. പഞ്ചോപചാരം കഴിഞ്ഞുള്ളൂ. ഇനി അടുത്തത് നൈവേദ്യ പൂജയാണ്, ഉഷപൂജ എന്നൊക്കെ പറയുന്ന പൂജയാണ് അത്. അപ്പോൾ അത് ഏകദേശം ഒരു 8 മണിക്കൊക്കെ, ചിലപ്പോൾ സമയത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അനുസരിച്ച് 8 മണിക്കൊക്കെ, 8:30 ശേഷം നട തുറക്കും. അതായത് അടച്ചുപൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപാരാധന ഏകദേശം 8:30-ക്കാണ് പൂജ. പുഷ്പാഞ്ജലി കൂടുന്നതിനനുസരിച്ച് സമയം, അതാണ് ഞാൻ കൃത്യം സമയം പറയാത്തത്. എങ്ങനെ പോയാലും ഒരു 700-750ഓളം പുഷ്പാഞ്ജലികൾ ഞാൻ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാണ്ട് സ്പെഷ്യലായിട്ട് പലരും പുഷ്പാഞ്ജലിക്ക് തരുന്നത് അർപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ പലരും എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടും. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. പിന്നെയാണ് ഞാൻ ആരെങ്കിൽക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ സ്വാമിയുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും, സ്വാമി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയാനൊക്കെ ആയിട്ടിരിക്കുന്നത്. അതും ഇപ്പോൾ അറിയാലോ, ഇന്ന് വെള്ളിയാഴ്ച കലശമുണ്ട്, നാളെ പൗർണമി പൂജയാണ്, മറ്റന്നാളല്ല തിങ്കളാഴ്ച വിഷുവാണ്. അപ്പോൾ പൗർണമി പൂജയ്ക്ക് അറിയാലോ ഏകദേശം 10-16 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ആ പൂജ. അത് കഴിയുമ്പോഴേക്കും അത്താഴ പൂജയായി. അപ്പോഴേ തന്നെ സമയം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം വിഷു പൂജയുണ്ട്. വിഷുവിന് സ്പെഷ്യൽ പൂജയാണ്. വിഷു കണി, അതുപോലെ തന്നെ വിഷു നിവേദ്യം, സ്വാമിക്ക് സദ്യ ഒരുക്കൽ, ഇതൊക്കെയാണ്.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിത്യ ദിനചര്യ. അതായത് കാലത്ത് ഒരു 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ, സാധാരണ ദിവസങ്ങൾ കേട്ടോ, നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം, ഒന്നുകൂടിയും പറയാം, ആദ്യം നിർമ്മാല്യ ദർശനം, അത് കഴിഞ്ഞാൽ മലർ നിവേദ്യം കൊടുക്കാൻ കുറച്ച് നേരം അടച്ചിടും. അത് കഴിഞ്ഞാൽ പിന്നെ ഉഷപൂജയൊക്കെയുമായിട്ടുള്ള നിവേദ്യ കലശത്തിന് 8:30ക്ക് ശേഷമാണ് ഇവിടെ ആരെങ്കിലുമൊക്കെ എനിക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ അതിന് മുൻപ് വന്നാലും കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ദിനചര്യ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും സ്വാമിക്ക് നിങ്ങളുടെ കൂടെ വന്ന് കാര്യങ്ങൾ നടത്തി തരട്ടെ. നിങ്ങളുടെ പേരിലൂടെ വേണം ലോകത്ത് മുഴുവൻ കരിങ്കുട്ടി സ്വാമീനെ, ഇങ്ങനൊരു ദേവനുണ്ട്, വിളിച്ചാൽ വിളിപ്പുറത്ത് നിമിഷങ്ങൾക്കകം കാര്യങ്ങൾ നടത്തി തരാനുള്ളൊരു ദേവൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത്. ലാലൂരിലുണ്ടൊരു കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് നിങ്ങളിലൂടെ അറിയട്ടെ. സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.